ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 70% ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് വർദ്ധിച്ചതെന്നാണ് കണക്ക് പറയുന്നത്. ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി വിനിയോഗം നടത്തുന്നത് 3 കാര്യങ്ങൾക്കാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പെട്രോളും അതുപോലെ ഡീസലും വാങ്ങുന്നതിനും അത് ചിലവഴിക്കുന്നതിനുമാണ് പണം ചിലവഴിക്കുന്നത്. രണ്ടാമത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഫെൻഡിങ്ങിനാണ്, പ്രതിരോധത്തിനാണ്. മൂന്നാമത്തത് ലഹരി പദാർത്ഥം വാങ്ങുന്നതിന് ഉപയോഗിക്കുന്നതിനാണ്. അത് കൃത്യമായി കണക്കുകൾ പറയുന്നത്. അതിൻ്റെ കണക്കുകൾ വരുമ്പോൾ തന്നെ, റിപ്പോർട്ട് വരുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുന്നത് വളരെ ഭീകരമായിട്ടുള്ള ഏജ് ലിമിറ്റാണ്. അതായത് ചെറിയൊരു 10 വയസ്സിൽ താഴെ മുതലുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഇതിന് അടിമപ്പെട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. അതെ, അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന അവർ ചിലവഴിക്കുന്ന പണം പറയുന്നുണ്ട്. 1.6 ലക്ഷം കോടി രൂപയാണ് ലഹരി പദാർത്ഥങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്നാണ് ജനങ്ങൾ. ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1.8 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഇത് ഉപയോഗിക്കുന്നവരായി വർദ്ധിച്ചതെന്നാണ് ഈ ഒരു വർഷങ്ങാനും. അതിൽ 40 ലക്ഷം ചെറിയ കുട്ടികളാണ്. ഇങ്ങനെ കണക്കുകൾ വിശദമായിട്ട് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനൊരു അപകടം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുക, പ്രത്യേകിച്ച് കേരളത്തിലെ പ്രബുദ്ധരായ ഈ ജനങ്ങൾക്കിടയിൽ അതിസമർത്ഥമായി ഇത്തരം മയക്കുമരുന്നുകൾ ഇറക്കുമതി ചെയ്യുകയും അവരുടെ മസ്തിഷ്കത്തെ മരവിപ്പിച്ച് കളഞ്ഞ് ഭൗതികമായ വളർച്ചയെ തളർത്തുന്ന ഒരു ആസൂത്രണം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നു എന്ന വിവരവും യഥാർത്ഥത്തിൽ ആളുകൾ അറിയണം. ആ നിലക്കുള്ള ഒരു പ്രതിരോധവും ശബ്ദവുമാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് സിനിമാ ലോകത്തെ ലഹരി ഉപയോഗങ്ങളെ സ്പോട്ട്ലൈറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.